ഈ ചൂട് കാലത്ത് പ്രവാസികൾക്കുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇമ്രാൻ കറി കേസേടാ ബോലോടാ നിഷ കറി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സുജിഭായി കറി എങ്ങനെയുണ്ട്? വൈദ്യുതി കറി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ ഉള്ളൂ. ഓക്കെ കറി എങ്ങനെയുണ്ട്? ഭക്ഷണം കഴിച്ചോ? ഓക്കെ ഓക്കെ. ജിഷ്ണ കറി എങ്ങനെയുണ്ടാ? അടിപൊളി കറിയാണ്. ഇത് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക. സുഭാഷേട്ടാ കറി എങ്ങനെയുണ്ട്? ഇനി കർണാട്ടാ കറി എങ്ങനെയുണ്ട്? ഇനി കറി എങ്ങനെയുണ്ട്? കറി എങ്ങനെയുണ്ട്? ഓക്കെ. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ കറി വൈദിന. വൈദിന ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് മസാല ഇട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെക്കുക. ഓക്കെ. പിന്നെ അതിലേക്ക് വരേണ്ട ചേരുവകൾ: വലിയ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കരിവേപ്പില. അപ്പം ഗൈസ് നമ്മളെ ചെരുവത്തിൽ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ആദ്യം കടുകിടാം. രണ്ട് മൂന്ന് പച്ചമുളക് ഇടാം. നമ്മൾ അരിഞ്ഞ് വെച്ച ഇതുകൊണ്ട് വെളുത്തുള്ളി ഉള്ളിയൊക്കെ ശരിക്കും വഴന്നു വന്നിട്ട് നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഓൾറെഡി മുളക് പൊടി വൈദ്യുതിയിലിട്ടപ്പോൾ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ശരിക്കും മിക്സ് ആക്കാം. നമ്മുടെ പച്ചമുളകും കരിവേപ്പിലയും ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം റെഡിയായി. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച വൈദന ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് അരമണിക്കൂർ നേരം ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. നമ്മുടെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ചു വെക്കാം. ഇത് അരമണിക്കൂർ ഒന്ന് ചൂടാറട്ടെ. നമ്മുടെ കറി ചൂടെല്ലാം അണഞ്ഞ് സെറ്റായിട്ടെടുക്കുക. ഇതിലേക്ക് നമ്മൾ നല്ല തൈര്, ഇങ്ങനെ നിങ്ങളൊന്ന് കറി ഉണ്ടാക്കി നോക്കണ്ടേ, അടിപൊളിയാവും, എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ചൂട് കാലത്തൊക്കെ ഉണ്ടല്ലോ, അതായത് നാട്ടിലത്തെ കാര്യമല്ല, യു എയിലും എമിറേറ്റ്സിലൊക്കെ കാര്യങ്ങൾ, GCCയിലൊക്കെ മൊത്തം ചൂടല്ലേ. ഇങ്ങനത്തെ ഒരു കറി ഉച്ചയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, ശരിക്കും യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, നിങ്ങളിഷ്ടം പോലെ.
ഇവിടെ 10 പേരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കറി ഉണ്ടാക്കണം. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും. ഇനി കുറച്ച് തൈരൊക്കെ ചേർക്കണം. ഇതാണ് കറി. എല്ലാവരും ഇനി കഴിക്കുമ്പോൾ കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആണ്. അപ്പോൾ ഞാൻ ജുമാ നിസ്കരിച്ചിട്ട് വരാം. ഓക്കെ, ബായ്. എല്ലാവരും കറി ഉണ്ടാക്കുക.